ഒരിക്കൽ അപ്രതീക്ഷിതമായി വിതുരരുടെ ഗൃഹത്തിലേക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപായി ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ദർശിക്കുന്നു. ഭഗവാന്റെ പരമഭക്തയായ വിതുരപത്നി പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയെ എങ്ങനെ സൽക്കരിക്കണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ ഭവനത്തിലുണ്ടായിരുന്ന വിശേഷപ്പെട്ട പഴം ഭഗവാന് സമർപ്പിക്കുവാനായി നമസ്കരിച്ചുകൊണ്ട് ആദരപൂർവം പഴം ഉരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭവനത്തിലെത്തിയെന്നറിഞ്ഞ് വിതുരർ തിടുക്കത്തിൽ കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഭഗവാൻ പഴത്തൊലിയാണ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ പത്നി പഴം പുറത്തേക്കിടുകയും തൊലി ഭഗവാന് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ട് വിതുരർ അതിയായ സങ്കടത്തോടെ പത്നിയെ വിലക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ പഴത്തൊലിയുടെ മാധുര്യത്തെ വർണ്ണിച്ചുകൊണ്ട് വിതുരരെ അറിയിക്കുന്നു, ഈ പ്രേമമാണ് എനിക്ക് വേണ്ടത്. മനസ്സിൽ നിറഞ്ഞു തുളുമ്പി സകലതും മറന്ന് എന്നിൽ ലയിക്കുന്ന പരമപ്രേമം. പ്രേമഭക്തിയാൽ നൽകുന്ന എന്തും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ആ മധു നുകരാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. പൊന്നുണ്ണിക്കണ്ണ, ഭക്തവത്സല, മുകുന്ദ, മാധവ, ഗോവിന്ദ, ഈ മധുരനാമങ്ങൾക്ക് പകരം വയ്ക്കുവാൻ ഒന്നുമില്ല, ഒന്നിനുമാവില്ല ഒരിക്കലും. ഹരേ കൃഷ്ണ, രാധേ രാധേ.